കർഷകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒന്നിച്ച് ഒരു വേദിയിൽ എത്തിക്കും. നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പുതിയ ഭീഷണിയാണിത്. കർഷകരെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഒന്നിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പ്രമുഖ കർഷക നേതാവ് രാകേഷ് ടിക്കായത്തുമായി സിജെപി വക്താവ് അശുതോഷ് റാങ്ക ചർച്ചകൾ നടത്തിയതായി വിവരങ്ങൾ. മോദി സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ സഖ്യ രൂപീകരണമാണ് ചർച്ചയായത് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. എല്ലാ വിഭാഗങ്ങളും ഒത്തൊരുമിച്ച് മോദി സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും വളയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടിക്കായത്തുമായി കൂടിക്കാഴ്ച നടത്തിയ സിജെപി വക്താവ് അശുതോഷ് റാങ്ക പറയുന്നു. സിജെപി വക്താവ് അശുതോഷ് റാങ്കയ്ക്കും മറ്റു നേതാക്കൾക്കും പുറമെ രാകേഷ് ടിക്കായത്തും ഭാരതീയ കിസാൻ യൂണിയൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. കർഷകരെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒരേ വേദിയിൽ അണിനിരത്തുന്നതിനുള്ള ഭാവി തന്ത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് എന്ന് സിജെപി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മോദി സർക്കാരിനെതിരെ ശക്തമായ വിശാല മുന്നണി രൂപീകരിക്കാനാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത്. നമ്മുടെ കർഷക സഹോദരങ്ങളും രാജ്യത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒരുമിച്ച് നിന്നാൽ മോദി സർക്കാരിനെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് തറ പറ്റിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും പരീക്ഷാ തട്ടിപ്പുകൾക്കുമെതിരെ സിജെപി നടത്തി വന്ന 36 ദിവസം നീണ്ട സമരം അവസാനിപ്പിച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കൊപ്പം കർഷകരുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്തി തങ്ങളുടെ പ്രതിഷേധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കേന്ദ്രവും ചില സംസ്ഥാന സർക്കാരുകളും നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല എന്നും സംഘടന ആരോപിച്ചു. ബീഹാറിലും പശ്ചിമബംഗാളിലും പ്രതിഷേധക്കാർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യുന്നുണ്ട് എന്നും ആരോപിച്ച് നിരവധി സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി തുടരുകയാണെന്നും സംഘടന അവകാശപ്പെട്ടു. വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിന് സിജെപി നേതാക്കൾ ടിക്കായത്തിന്റെ പിന്തുണയും തേടിയിട്ടുണ്ട്. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കർഷക സംഘടനകളുമായും യുവജന സംഘടനകളുമായും സഹകരിച്ച് രാജ്യവ്യാപകമായി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സംഘടനയുടെ മുന്നറിയിപ്പ്. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ടിക്കായത്ത് പിന്തുണ നൽകിയിരുന്നു. നിരവധി തവണ സ്ഥലം സന്ദർശിക്കുകയും പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു. ജൂലൈ 20-ന് ജന്തർ മന്ദറിൽ സിജെപി നയിച്ച മാർച്ചിൽ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി. പാർലമെന്റിലേക്ക് നീങ്ങാൻ ശ്രമിച്ച ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തികളും കണ്ണീർവാതക ഷെല്ലുകളും ഉപയോഗിച്ചു. പ്രതിഷേധം കൂടുതൽ രൂക്ഷമാവുകയും മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുകയും ചെയ്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. ആത്മഹത്യ ചെയ്തവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരിക്കുകയും ചെയ്തതോടെ ശനിയാഴ്ച പ്രധാൻ രാജിവെച്ചതിനു ശേഷം പ്രക്ഷോഭം അവസാനിക്കുകയായിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരായ എഫ്ഐആർ പിൻവലിക്കുമെന്ന വാഗ്ദാനം കേന്ദ്രം ലംഘിച്ചുവെന്ന് ആരോപിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ പുനരാരംഭിക്കുമെന്ന് സിജെപിയുടെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.